ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുധീഷ് കുമാറിന്റെ മൊഴി. സ്വർണ്ണ കവർച്ചാ കേസിൽ താൻ ചെയ്തതെല്ലാം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ഡി സുധീഷ് കുമാർ നൽകിയിരിക്കുന്ന മൊഴി. ഇത് വിരൽ ചൂണ്ടുന്നത് ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കാണ്. സുധീഷ് കുമാറിന്റെ മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കി പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന തുടരന്വേഷണം ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴികളിൽ സുധീഷ് കുമാറിനെതിരെ പരാമർശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്നലെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നാണ് സുധീഷ് കുമാർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം സുധീഷ് കുമാർ നൽകിയ മൊഴിയാണ് ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക. താൻ മാത്രമല്ലെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഇടപെട്ടിരുന്നുവെന്ന മൊഴി ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. മേൽത്തട്ടിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം പാലിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് സുധീഷ് കുമാർ നൽകിയ മൊഴിയിലെ ഏറ്റവും പ്രധാന ഘടകം. സ്വർണം പൂശിയ പാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത് സുധീഷ് കുമാറിന്റെ അറിവോടെയാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം രേഖകളിൽ ഒഴിവാക്കിയതും മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് സുധീഷിന്റെ മൊഴി. എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു മാറ്റം രേഖകളിൽ വരുത്താൻ കഴിയില്ല എന്ന് സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അന്ന് തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് നിർവഹിച്ചത് എന്നും സുധീഷ് കുമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചതായാണ് സൂചന. സുധീഷ് കുമാറിന്റെ മൊഴിയിലെ സുപ്രധാന വിവരം ഇതാണ്: സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അവരാരും ചെമ്പുപാളികൾ എന്ന് എഴുതിയത് തിരുത്തിയില്ല, എതിർത്തതുമില്ല. നടപടികൾ എല്ലാവരും അറിയുകയും ചെയ്തിരുന്നുവെന്നാണ് സുധീഷ് കുമാർ വിവരിച്ചിരിക്കുന്നത്. ഇതോടെ അന്നത്തെ ദേവസ്വം ഭരണാധികാരികളിലേക്കും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുമെന്ന് ഉറപ്പായി. സുധീഷ് കുമാറിന്റെ മൊഴി വിശകലനം ചെയ്യാനും ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കാനുമുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. മൊഴി ശരിവെക്കുന്ന മുറയ്ക്ക് ഉന്നതരെയും ചോദ്യം ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇവരും പ്രതിയാകാനും അറസ്റ്റ് വരെ നീളാനും സാധ്യതയുണ്ട്. പാളികളിൽ സ്വർണം പൊതിഞ്ഞെന്ന് സുധീഷ് കുമാറിന് അറിവുണ്ടായിട്ടും ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. പാളികൾ അഴിച്ചു മാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല എന്നും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളെന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാം എന്ന ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്തുവെന്ന് പറയുന്ന സ്വർണം ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരും. നിലവിൽ സ്വർണ്ണപ്പാളി കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിട്ടുള്ളത്. കട്ടിളപ്പടി കടത്തി സ്വർണം മോഷ്ടിച്ച കേസിലും അടുത്ത ദിവസം പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമ്പോൾ വീണ്ടും പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം അപേക്ഷ നൽകും. അതേസമയം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംശയനിഴലിലുള്ള കൽപേഷ്, വാസുദേവൻ, ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇതിനിടെ ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത് 15 ലക്ഷം രൂപയ്ക്കെന്ന് ജ്വല്ലറി ബിസിനസ്സുകാരനായ ഗോവർദ്ധൻ SIT സംഘത്തോട് വെളിപ്പെടുത്തി. ശബരിമലയുടെ പേരിൽ പല തവണകളായി ഉണ്ണികൃഷ്ണൻ പോറ്റി 70 ലക്ഷം രൂപയോളം വാങ്ങിയിട്ടുണ്ട് എന്നും ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ വെച്ച് ഒരുക്കിയ ശേഷം ബാക്കി വന്ന 476 ഗ്രാം സ്വർണമാണ് ഗോവർദ്ധന് വിറ്റിരുന്നത്. ഇതിന് 15 ലക്ഷത്തോളം രൂപയും വാങ്ങി. 2019 ഈ സംഭവം. ഈ സ്വർണമാണ് നേരത്തെ അന്വേഷണ സംഘം ബെല്ലാരിയിൽ നിന്ന് കണ്ടെടുത്തത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴായി 70 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ശബരിമലയിലെ പൂജകളുടെയും അന്നദാനത്തിന്റെയും പേരിലാണ് ഈ പണം വാങ്ങിയിരിക്കുന്നത്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് പലതവണകളായി 60 പവനോളം സ്വർണവും ഗോവർദ്ധനിൽ നിന്ന് കൈക്കലാക്കി. ശബരിമലയിലെ അസിസ്റ്റന്റ് ശാന്തിയാണെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനുമായി ബന്ധം സ്ഥാപിച്ചിരുന്നത്. ഗോവർദ്ധൻ അടക്കമുള്ളവർ ശബരിമല ദർശനത്തിനെത്തുമ്പോൾ എല്ലാ സൗകര്യവും ഏർപ്പാടാക്കി നൽകാൻ പോറ്റിയുമുണ്ടായിരുന്നു.
പോറ്റിയുടെ ശബരിമലയിലെ സ്വാധീനം കണ്ട് ഗോവർദ്ധൻ അടക്കമുള്ളവർ ഇയാൾ ശബരിമലയിലെ പ്രധാനിയാണ് എന്ന് വിശ്വസിച്ചു. 10 വർഷത്തോളമായി പോറ്റിയുമായി ബന്ധമുണ്ട് എന്നും ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്.